20 വർഷം മുൻപ് കേരളത്തിൽ ആദ്യകാലത്ത് തുടങ്ങിയ വിദേശ വിദ്യാഭ്യാസ കൺസൾട്ടൻസിയാണ് ഫെയർ ഫ്യൂച്ചർ. കേരളത്തിലെ യുവതലമുറയിൽ വിദേശ വിദ്യാഭ്യാസം വ്യാപിക്കുവാൻ കാരണമായത് ഫെയർ ഫ്യൂച്ചറാണെന്ന് മാനേജ്മെന്റ് പറയുന്നു. കാനഡ, അമേരിക്ക, UK, ഓസ്ട്രേലിയ, അയർലൻഡ് എന്നിവിടങ്ങളിലെ മികച്ച സർവകലാശാലകളിൽ 1 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാനുള്ള ഏറ്റവും കൃത്യമായ മാർഗനിർദ്ദേശം ഫെയർ ഫ്യൂച്ചർ കൺസൾട്ടൻസി നൽകിയതായി മാനേജ്മെന്റ് ചൂണ്ടിക്കാട്ടി. അടുത്ത 10 വർഷത്തിനുള്ളിൽ കേരളത്തിൽ നിന്ന് 5 ലക്ഷം പേരെ വിദേശ പഠനത്തിന് അയക്കാനുള്ള വിപുലമായ പദ്ധതികളാണ് ഫെയർ ഫ്യൂച്ചർ തയ്യാറാക്കുന്നത്. +2 കഴിഞ്ഞ് പോകുന്ന ആൾക്കാർക്ക് അവർക്ക് ചെയ്യാവുന്ന പ്രോഗ്രാം ഓപ്ഷൻസ് കൂടുതലായിരിക്കും പ്രായണ ഒരു ഡിഗ്രി കഴിഞ്ഞ് പോകുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ. ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് പോകുന്ന കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് എഞ്ചിനീയറിംഗ്, ബിസിനസ് മാനേജ്മെന്റ്, അക്കൗണ്ടിംഗ്, ബാങ്കിംഗ്, ഹോസ്പിറ്റാലിറ്റി, സോഷ്യൽ സയൻസ്, നേഴ്സിംഗ് ഇങ്ങനെ വിവിധ മേഖലകളിലുള്ള പഠിക്കാനായിട്ടുള്ള അവസരമാണ് വിദേശത്തുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഫെയർ ഫ്യൂച്ചറുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിനായിട്ടുള്ള അഡ്മിഷൻ റിക്വയർമെന്റ്സും അതിനുവേണ്ടി വരുന്ന ട്യൂഷൻ ഫീസിനെ കുറിച്ചുള്ള കാര്യങ്ങളും വിസ ആപ്ലിക്കേഷൻ ഫയലിനെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അറിയാൻ സാധിക്കുന്നതാണ്. 17 മുതൽ 68 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് വിദേശ പഠനം സാധ്യമാക്കിയതായും ഫെയർ ഫ്യൂച്ചർ ചൂണ്ടിക്കാട്ടി. ഫെയർ ഫ്യൂച്ചർ മാതൃഭൂമിയുമായി ചേർന്ന് കേരളത്തിൽ നിന്ന് വിദേശ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായി സെമിനാറുകളും യൂണിവേഴ്സിറ്റി പ്രതിനിധികളുമായി നേരിട്ട് സംവദിക്കാനുള്ള അവസരങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട്. കൂടാതെ മാതൃഭൂമി ന്യൂസ് ചാനലിലൂടെ ശനി, ഞായർ ദിവസങ്ങളിൽ ഫെയർ ഫ്യൂച്ചർ മാനേജിംഗ് ഡയറക്ടർ S. രാജ് വിദേശ പഠനത്തെക്കുറിച്ചുള്ള വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സംശയങ്ങൾക്ക് മറുപടിയും നൽകുന്നു. ഫെയർ ഗൈഡൻസ് എന്ന ഈ പരിപാടി ശ്രദ്ധേയമാണ്. ഫെയർ ഫ്യൂച്ചറിന്റെ കൊച്ചി, തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട്, ദുബായ് ഓഫീസുകളിൽ നിന്ന് വിദേശ പഠനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സർവീസുകളും പൂർണ്ണമായും സൗജന്യമാണെന്ന് മാനേജ്മെന്റ് ചൂണ്ടിക്കാട്ടി. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.